ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എജുപോഡ്. മക്കളെ, നമ്മൾ ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈത്തേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നാളത്തെ ക്രിസ്മസ് എക്സാമിനേഷന് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് മക്കളെ പരിചയപ്പെടുത്താൻ പോവാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും മക്കൾ നോട്ടിൽ എഴുതിയെടുക്കണം. അത് നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്താതെ നാളെ എക്സാം ഹാളിലേക്ക് പോകരുത്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈവിൽ ഇതൊക്കെ നമ്മൾ വീണ്ടും പറയുന്നുണ്ട്. ആ ലൈവും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ മുന്നേ ഒരു തവണ ഇതെല്ലാം കൂടെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ കഴിയും. അപ്പം മക്കളെ ശ്രദ്ധിച്ചോ, സിമ്പിളാണ്, ഒരു ടെൻഷനും ആവേണ്ട കാര്യമില്ല. ഇവിടെ പറയുന്നത് നോട്ടിൽ എഴുതിയെടുക്കുക, കൃത്യമായി പഠിക്കുക. നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾ ആർ ഹയർ ദാൻ കറസ്പോണ്ടിങ് ഈത്തർ. ആൽക്കഹോളിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഈത്തറിനേക്കാൾ കൂടുതലാണ്. കാരണം എന്താ മക്കളെ? ഒരൊറ്റ കാരണമേ ഉള്ളൂ. ആൽക്കഹോളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അത് ഈത്തറിലില്ല. ആൽക്കഹോളിലാണ് സ്ട്രോങ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത്. അതുകൊണ്ട് അയാളുടെ ബോയിലിംഗ് പോയിന്റ് ആരേക്കാൾ കൂടുതലാണ്? ഈത്തറിനേക്കാൾ കൂടുതലാണ്. മറക്കരുത്. അടുത്തത്, അറേഞ്ച് ദ ഫോളോയിങ് ആൽക്കഹോൾസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദർ അസിഡിക് സ്ട്രെങ്ത്. മക്കളെ, ആൽക്കഹോളിൻ്റെ അസിഡിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി എന്ന. നോക്കൂ, ഓപ്ഷൻ എയിൽ ഇതാരാ? പ്രൈമറിയാണ്. ഇതാരാ? ടെർഷ്യറിയാണ്. ഇത് സെക്കൻഡറിയാണ്. സോ ഒരു സംശയവുമില്ല, ഏറ്റവും കൂടുതൽ അസിഡിക് സ്ട്രെങ്ത് ഉള്ള ആൽക്കഹോൾ എന്ന് പറയുന്നത് പ്രൈമറി ആൽക്കഹോൾ ആണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തത്, ഡിസ്കസ് ദ കെമിക്കൽ ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾ. അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാം. നോക്കടാ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ലുക്കാസ് ടെസ്റ്റ്. നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേരെന്താടാ? നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേര് ലുക്കാസ് ടെസ്റ്റ്. നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ലുക്കാസ് ടെസ്റ്റ്. ലുക്കാസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഏത് റിയേജന്റ് ഉപയോഗിച്ചിട്ടാ? ലുക്കാസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ലുക്കാസ് റിയേജന്റ് ഉപയോഗിച്ചിട്ടാ. മക്കളെ, ഏത് റിയേജന്റ്? അത് ക്വസ്റ്റ്യൻ ആകട്ടോ. ഏത് റിയേജന്റ് ആണ്? ദാറ്റ് ഈസ് ലുക്കാസ് റിയേജന്റ്. മക്കളെ, ആരാടാ ലുക്കാസ് റിയേജന്റ്? ലുക്കാസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് HCl-ഉം അതേപോലെ തന്നെ അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും. കോൺസെൻട്രേറ്റഡ് HCl, അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്, ഈ മിക്സറിനെയാണ് നമ്മൾ ലുക്കാസ് റിയേജന്റ് എന്ന് പറയുക. ലുക്കാസ് റിയേജന്റ് ഉപയോഗിച്ചിട്ടാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾസിനെ നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത്, വേർതിരിച്ച് മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാ മക്കളെ ചെയ്യുക? വെരി സിമ്പിളാ. നോക്കൂ, നിങ്ങൾ ഒരു ടെർഷ്യറി ആൽക്കഹോൾ എടുക്കുക. ലുക്കാസ് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആകട്ടോ. ഒരു ടെർഷ്യറി ആൽക്കഹോൾ എടുക്കുക. ആ ടെർഷ്യറി ആൽക്കഹോളിലേക്ക് കോൺസെൻട്രേറ്റഡ് HCl-ഉം അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും ആഡ് ചെയ്യുക. ഇത് കോൺസെൻട്രേറ്റഡ് ആണ്, മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇത് അൺഹൈഡ്രസ് ആണ്, മുകളിൽ എഴുതിയിട്ടുണ്ട്. എന്താ സംഭവിക്കുക എന്നറിയോ? വളരെ സിമ്പിളായ സംഭവമാണ് സംഭവിക്കുക. ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യും, OH-H-മായി കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാവും, ക്ലോറിൻ ഇങ്ങോട്ട് വരും. സോ ദ പ്രോഡക്റ്റ് ഈസ് വെരി സിമ്പിൾ, CH3CH3CH3Cl പ്ലസ് എന്താടാ? H2O. അതായത് ടെർഷ്യറി ആൽക്കഹോള് ടെർഷ്യറി ഹാലോ ആൽക്കേനായി മാറി. അത് മാറി എന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? അവിടെ ടർബിഡിറ്റി ഫോം ചെയ്യും. എപ്പോഴാണ് ടർബിഡിറ്റി ഫോം ചെയ്യുക? ഇമ്മീഡിയറ്റ് ആയിട്ട് ടർബിഡിറ്റി ഫോം ചെയ്യും. ഇവിടെ എന്താ ഫോം ചെയ്യുക? ഇവിടെ ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി. എന്താടാ? ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി ഫോം ചെയ്യും. ഇനി മക്കളെ, രണ്ടാമത്തത് സെക്കൻഡറി ആൽക്കഹോൾ ആണ് എന്ന് വിചാരിക്കുക. അതിലേക്ക് കോൺസെൻട്രേറ്റഡ് HCl-ഉം അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും ആഡ് ചെയ്യാണ്, അഥവാ ലുക്കാസ് റിയേജന്റ് ആഡ് ചെയ്യാണ്. സെയിം റിയാക്ഷൻ തന്നെയാ സംഭവിക്കുക. അവിടെ ഒരു സെക്കൻഡറി ഹാലോ ആൽക്കെയിൻ ഉണ്ടാവും. മക്കളെ, ഇതുണ്ടായി എങ്ങനെയാ മനസ്സിലാവുക? ഇവിടെയും ടർബിഡിറ്റി കിട്ടും. പക്ഷേ വിത്തിൻ സെക്കൻഡ് അല്ല, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി അല്ല. പിന്നെ എങ്ങനെയാ ഇവിടെ ടർബിഡിറ്റി ഉണ്ടാവുന്നത്?
ഇവിടെ ടർബിഡിറ്റി ഉണ്ടാവുന്നത് വിത്തിൻ 5 മിനിറ്റ്സ് ആണ്. ഒരു 5 മിനിറ്റിനുള്ളിലാണ് അവിടെ ടർബിഡിറ്റി ഉണ്ടാവുക. അപ്പൊ ടോർഷറി ആൽക്കഹോള് ലുക്കാസ് റിയേജന്റുമായി റിയാക്ട് ചെയ്യുമ്പോൾ ടർബിഡിറ്റി ഉണ്ടാവുന്നത് ഇമ്മീഡിയറ്റാ. എന്നാൽ സെക്കൻഡറി ആൽക്കഹോള് വിത്തിൻ 5 മിനിറ്റ്സ്. പ്രൈമറി ആൽക്കഹോള് ലുക്കാസ് റിയേജന്റുമായി റിയാക്ട് ചെയ്യുന്നേ ഇല്ല, അഥവാ ടർബിഡിറ്റി ഉണ്ടാവുന്നേ ഇല്ല. ഇങ്ങനെയാ നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോൾസിനെ ലുക്കാസ് ടെസ്റ്റ് വഴി ഡിസ്റ്റിങ്വിഷ് ചെയ്യുക. ഇത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി പഠിക്കണം. ലുക്കാസ് റിയേജന്റ് ആരാന്ന് പഠിക്കണം. ഇറ്റ് ഈസ് ദ മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്. റെഡി അല്ലടാ? യെസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ചെയ്തു. ഇനി ഈ പറയുന്ന ഈത്തർ വില്യംസൺ സിന്തസിസ് വഴി എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുക? മക്കളെ പറയട്ടെ, വില്യംസൺ സിന്തസിസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. അത് പഠിക്കാതെ പോവരുത്. വില്യംസൺസ് സിന്തസിസ്. മക്കളെ, വില്യംസൺ സിന്തസിസ് എന്ന് പറയുമ്പോൾ എന്താ വില്യംസൺ സിന്തസിസ് എന്നറിയോ? ഒരു ആൽക്കൈൽ ഹാലൈഡ് CH3Cl ആരുമായി ട്രീറ്റ് ചെയ്യാണ്? ഒരു സോഡിയം ആൽക്കോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യാണ്. CH3ONAയുമായി ട്രീറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, എന്താ സംഭവിക്കുക? ഈ ക്ലോറിൻ സോഡിയവുമായി കമ്പൈൻ ചെയ്ത് സോഡിയം ക്ലോറൈഡ് പുറത്തേക്ക് പോവും, CH3 ഇങ്ങോട്ടേക്ക് വരും. സോ വി വിൽ ഗെറ്റ് CH3OCH3. ദാറ്റ് മീൻസ് ഒരു മെത്തോക്സിമീത്തേൻ കിട്ടി, ഒരു ഈത്തർ കിട്ടി. ഇതിനെയാ വില്യംസൺ സിന്തസിസ് എന്ന് പറയുക. അതായത് ആൽക്കൈൽ ഹാലൈഡിനെ ഒരു സോഡിയം ആൽക്കോക്സൈഡുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ ഈത്തർ ഉണ്ടാവുന്ന പരിപാടിയാണ് വില്യംസൺ സിന്തസിസ്. പഠിക്കാതിരിക്കരുത്, അറിയില്ല എന്ന് പറയരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? യെസ്. മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. ഇതെന്താ ഫോളോ ചെയ്യുന്നതെന്ന് അറിയോ? ഇത് ഫോളോ ചെയ്യുന്നത് SN2 മെക്കാനിസം ആണ്. മക്കളെ, SN2 മെക്കാനിസം ആയതുകൊണ്ട് തന്നെ ആൽക്കൈൽ ഹാലൈഡ് എന്താവണം? ആൽക്കൈൽ ഹാലൈഡ് മസ്റ്റ് ബി പ്രൈമറി. ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറി ആവണം. ഇതൊരിക്കലും ടെർഷറി ആവാൻ പാടില്ല. അപ്പൊ ഇനി ബാക്കിലേക്ക് വാ. ഇവിടെ ടെർഷറി ഗ്രൂപ്പ് നോക്ക്, നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക. ടെർഷറി ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള ഒരു ഈത്തറ ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? ഇത് SN2 മെക്കാനിസം ഫോളോ ചെയ്യുന്നത് കൊണ്ട് ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറി ആയിരിക്കണം. അപ്പൊ ടെർഷറി ഗ്രൂപ്പ് എവിടെ കിട്ടുക? അത് സോഡിയം ആൽക്കോക്സൈഡിന്റെ ഭാഗത്ത് നിങ്ങൾ ടെർഷറി എടുക്കണം. ഞാൻ കാണിച്ചു തരാം, നോക്കടാ. CH3Cl പ്ലസ് എന്താ? CH3ONA. അതായത് ഈ ആൽക്കോക്സൈഡിന്റെ ഭാഗത്ത് ടെർഷറി എടുക്കുക. ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് പ്രൈമറി തന്നെ എടുക്കുക. ക്ലോറിനും NAയും കമ്പൈൻ ചെയ്താൽ NaCl പുറത്തേക്ക് പോവും. ഇനി അങ്ങ് ജോയിൻ ചെയ്ത് എഴുതിയാൽ മതി. ഇവിടെ ആരാളെ? CH3 ഉണ്ട്, ഇവിടെ ആരാളെ? CH3 ഉണ്ട്, ഇവിടെ ആരാളെ? CH3 ഉണ്ട്, ഇവിടെ ആരാളെ? ഓക്സിജന്റെ അടുത്തേക്ക് CH3 വരും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഈത്തർ ഇതല്ലേടാ? ആ ഈത്തർ നമ്മൾ ഉണ്ടാക്കി. ആ ഈത്തർ ഉണ്ടാക്കാൻ ടെർഷറി പാർട്ട് ആൽക്കോക്സൈഡിന്റെ ഭാഗത്ത് എടുക്കണം എന്നുള്ള കാര്യം മക്കളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മറക്കരുത്. പിന്നെ വില്യംസൺ സിന്തസിസ് എന്താണ് എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഗിവ് റീസൺ ഫോർ ദ സോലബിലിറ്റി ഓഫ് ആൽക്കഹോൾ ഇൻ വാട്ടർ. മക്കളെ, ആൽക്കഹോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആൽക്കഹോളിന് വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ കഴിയുന്നത്? റീസൺ സിമ്പിൾ ആണ്. ആൽക്കഹോൾ എന്തുകൊണ്ടാണ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൽക്കഹോളിന് വാട്ടറുമായിട്ട് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് മേക്ക് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ്. വാട്ടറിന് ആൽക്കഹോളുമായിട്ട് എന്ത് മേക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്? ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അയാൾ വാട്ടറിൽ സോലുബിൾ ആവുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഓക്കെ, അടുത്തത് ഐഡന്റിഫൈ ദ പ്രോഡക്റ്റ്. മക്കളെ, ഫിനോളിന് ഡൈല്യൂട്ട് NH3 ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, ഫിനോള് ഞാൻ എടുക്കുക കേട്ടോ മക്കളെ. ഫിനോള് ഞാൻ എടുക്കുകയാണ്. ആ ഫിനോളിൻ്റെ നൈട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനോളിൻ്റെ എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്? ഫിനോളിൻ്റെ നൈട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഫിനോളിൻ്റെ ബ്രോമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. മക്കൾ ശ്രദ്ധിക്കുക. ഞാനൊരു ഫിനോൾ എടുത്തു.
ഞാനൊരു ഫിനോൾ എടുത്തു മക്കളെ. ആ ഫിനോളിനെ 2 രൂപത്തിൽ നൈട്രേഷൻ നടത്താം. ഒന്ന് ഞാൻ ചെയ്യുന്നത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിന്റെ പ്രസൻസിലാണ്. അതിൻ്റെ കൂടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ സിറ്റുവേഷൻ കോൺസെൻട്രേറ്റഡ് അല്ല, ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ഉപയോഗിക്കുക. ലോ ടെമ്പറേച്ചറിലാണ് ഉപയോഗിക്കുക മക്കളെ. ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആണെങ്കിൽ നമുക്ക് ഓർത്തോ പൊസിഷനിലേക്ക് NO2 കിട്ടും. അതേപോലെ തന്നെ പാരാ പൊസിഷനിലേക്ക് NO2 കിട്ടും. മറക്കരുതേ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ്. എന്നാൽ കോൺസെൻട്രേറ്റഡ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നത് 2,4,6 ട്രൈനൈട്രോഫിനോൾ ആണ്. ഇയാളെ പേരെന്താ? 2,4,6 ട്രൈനൈട്രോഫിനോൾ. അയാളെ തന്നെയാണ് നമ്മൾ പിക്രിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. മറക്കരുത്, 2,4,6 ട്രൈനൈട്രോഫിനോൾ തന്നെയാണ് പിക്രിക് ആസിഡ്. ഇതേ സിറ്റുവേഷനാണ് മക്കളെ ബ്രോമിനേഷനിലും ഉള്ളത്. നമ്മൾ ഫിനോളിലേക്ക് ബ്രോമിൻ ആഡ് ചെയ്യാണ്. അതെങ്ങനെ ആഡ് ചെയ്യാം? ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ബ്രോമിൻ ഇൻ ദ പ്രസൻസ് ഓഫ് നോൺ പോളാർ സോൾവെൻസ് ലൈക്ക് കാർബൺ ഡൈസൾഫൈഡ് അല്ലെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡ് ഒക്കെ ലോ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്യാം. ഇവിടെ നോൺ പോളാർ സോൾവെന്റിന്റെ പ്രസൻസിലാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർത്തോബ്രോമോഫിനോളും അതേപോലെ തന്നെ പാരാബ്രോമോഫിനോളുമാണ് കിട്ടുക. എന്നാൽ ബ്രോമിൻ വാട്ടർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 2,4,6 ട്രൈബ്രോമോഫിനോളാ കിട്ടുക. 2,4,6 ട്രൈബ്രോമോഫിനോളാ കിട്ടുക. ഇത് രണ്ടും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാ. ഫിനോളിന്റെ നൈട്രേഷൻ ഇമ്പോർട്ടൻ്റാ, ഫിനോളിന്റെ ബ്രോമിനേഷൻ ഇമ്പോർട്ടൻ്റാ. ഏത് കണ്ടീഷനിലാണ് ബ്രോമിനേഷനും നൈട്രേഷനും നടത്തുന്നത്, അതിനനുസരിച്ച് അവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം മക്കളെ മറക്കാതിരിക്കുക. അടുത്തത് ഡിസ്ക്രൈബ് മാനുഫാക്ചർ ഓഫ് എത്തനോൾ ഫ്രം മൊളാസസ്. മൊളാസസ് എങ്ങനെ എത്തനോൾ ഉണ്ടാക്കി? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് മക്കളെ. ആദ്യം നമ്മൾ ഇവിടെ നിങ്ങൾ 2 റിയാക്ഷൻ ആയതുണ്ടത്. മൊളാസസിനെ നിങ്ങൾ എന്ത് ചെയ്യുക? വാട്ടർ ആഡ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്യുക. അതിലേക്ക് എന്താ പറയുക, നിങ്ങൾ എന്താ ആഡ് ചെയ്യണം? ഈസ്റ്റ് ആഡ് ചെയ്യണം. ഈസ്റ്റ് എന്താ ചെയ്യാന്നറിയോ? 2 എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഏതൊക്കെയാ എൻസൈം? ഒന്ന് ഇൻവെർട്ടേസ് ആണ്, 2 സൈമേസ് ആണ്. അപ്പോൾ ഇവരെന്താ ചെയ്യാന്നറിയോ? മൊളാസസ് എന്ന് പറഞ്ഞാൽ സുക്രോസ് ആണ്, C12H22O11. അതിലേക്ക് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാൻ വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏത് എൻസൈം ആക്ട് ചെയ്യും? ഇവിടെ ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ആക്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്താ കിട്ടുക? C6H12O6 പ്ലസ് C6H12O6. ഇതാരാടാ? ഇത് സൂക്രോസ്. ഇതാരാടാ? ഇത് ഗ്ലൂക്കോസ്. ഇതാരാടാ? ഇത് ഫ്രക്ടോസ്. റെഡി? ഇനി ആ കിട്ടിയ ഗ്ലൂക്കോസ് എടുക്കുക, C6H12O6. അത് പിന്നീട് എന്തായി മാറുക ചെയ്യുക? എത്തനോളായി മാറുക ചെയ്യുക. C2H5OH പ്ലസ് 2CO2. ഇതാരാ? എത്തനോൾ. മക്കളെ, ഇത് ഈ റിയാക്ഷൻ ആരാ കാറ്റലൈസ് ചെയ്യുക? ഇത് കാറ്റലൈസ് ചെയ്യുക രണ്ടാമത്തെ എൻസൈമാണ് സൈമേസ്. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് മക്കൾ അറിഞ്ഞിരിക്കേണ്ട സ്റ്റെപ്പാണ്, മക്കൾ പഠിച്ചിരിക്കേണ്ട സ്റ്റെപ്പാണ്. ഇത് മക്കൾ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട സ്റ്റെപ്പാണ്. അടുത്തത്, വാട്ട് ഡു യു മീൻ ബൈ ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ? മക്കളെ, എത്തനോൾ ഡ്രിങ്കിങ് ആൽക്കഹോളാ. അതിലേക്ക് നമ്മൾ പിരിഡിൻ ആഡ് ചെയ്തിട്ട്, പിരിഡിന് വളരെ ബാഡ് സ്മെല്ലാണ് ഉള്ളത്, അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്തിട്ട്, കോപ്പർ സൾഫേറ്റ് നല്ല ബ്ലൂ കളറാണ് ഉള്ളത്. ഇങ്ങനെയൊക്കെ ചെയ്ത് എത്തനോളിനെ അല്ലെങ്കിൽ ആൽക്കഹോളിനെ ഡ്രിങ്കിങ് പർപ്പസിന് അൺഫിറ്റ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ കുടിക്കാൻ പറ്റാതെയാക്കി മാറ്റുന്ന പ്രോസസ്സിന്റെ പേരാണ് ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ. മക്കൾ പഠിക്കേണ്ടതാണ്. അടുത്തത്, ഐഡന്റിഫൈ ദ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് വെൻ എത്തനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അറ്റ് 443 കെൽവിൻ ടെമ്പറേച്ചർ. മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? എത്തനോൾ അല്ലേ? എത്തനോൾ CH3CH2OH. ഇതിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് 443 കെൽവിനിൽ ഹീറ്റ് ചെയ്താൽ അവിടെ വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് അവിടെ ആൽക്കീന മക്കളെ ഫോം ചെയ്യുക. വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് അവിടെ ആൽക്കീന ഫോം ചെയ്യുക. അറിഞ്ഞിരിക്കേണ്ടതാണ്, പഠിച്ചിരിക്കേണ്ടതായത്. അറിഞ്ഞിരിക്കേണ്ടതാണ്, പഠിച്ചിരിക്കേണ്ടതാണ്.
ഇമ്പോർട്ടൻ്റാ. ഇത് ചോദിക്കാറുണ്ട്, ഇതും ചോദിക്കാറുണ്ട്. അടുത്തത് എക്സ്പ്ലെയിൻ ലുക്കാസ് ടെസ്റ്റ്. മക്കളെ ലുക്കാസ് ടെസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയി പറഞ്ഞു കഴിഞ്ഞു. എക്സ്പ്ലെയിൻ റീമർട്ടീം ആൻഡ് റിയാക്ഷൻ. റീമർട്ടീം ആൻഡ് റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റാ. എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടത് ഫീനോള്. മക്കളെ ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടത് എന്താ? ഫീനോള്. ആ ഫിനോളിനെ നമ്മൾ ക്ലോറോഫോമുമായി CHCl3 ക്ലോറോഫോമുമായും ഡൈല്യൂട്ട് ആൽക്കലിയുമായും നമ്മൾ ട്രീറ്റ് ചെയ്യുക. അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക എന്നറിയോ? സോഡിയം സാൾട്ട് ഓഫ് സാലിസിലാൽഡിഹൈഡാ കിട്ടുക. ആ സാലിസിലാൽഡിഹൈഡിനെ നമ്മൾ അസിഡിഫൈ ചെയ്താൽ നമുക്ക് സാലിസിലാൽഡിഹൈഡ് കിട്ടും. എന്താടാ? സാലിസിലാൽഡിഹൈഡ് കിട്ടും. ദിസ് ഇസ് കോൾഡ് റീമർട്ടീം ആൻഡ് റിയാക്ഷൻ. ഇത് നമ്മൾ 340 കെൽവിനിലാണ് പൊതുവെ ചെയ്യാറുള്ളത്. അതായത് ഫിനോളിനെ ക്ലോറോഫോമും ഡൈല്യൂട്ട് NaOHുമായി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് സോഡിയം സാൾട്ട് ഓഫ് സാലിസിലാൽഡിഹൈഡ് കിട്ടും. അതിനെ അസിഡിഫൈ ചെയ്യുന്ന സമയത്ത് സാലിസിലാൽഡിഹൈഡ് കിട്ടും എന്നുള്ളതാണ്. ദാറ്റ് ഇസ് കോൾഡ് റീമർട്ടീം ആൻഡ് റിയാക്ഷൻ. ഇതിനെയാണ് നമ്മൾ റീമർട്ടീം ആൻഡ് റിയാക്ഷൻ എന്ന് വിളിക്കുക. റൈറ്റ് ദ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് വെൻ ഫിനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ക്രോമിക് ആസിഡ്. മക്കളെ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണത്. ഫിനോൾ നമ്മൾ എടുക്കുക. ആ ഫിനോളിനെ ക്രോമിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഓക്സിഡൈസ് ചെയ്യുക. ക്രോമിക് ആസിഡുമായി ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മക്കളെ ചിലപ്പം ക്രോമിക് ആസിഡിന് പകരം സോഡിയം ഡൈക്രോമേറ്റ് Na2 എന്താ പറയുക CO3 സോഡിയം Na2 Cr2O7 സോഡിയം ഡൈക്രോമേറ്റ് പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്നും തരാം. അതായത് ക്രോമിക് ആസിഡിന് തന്നെ തരണമെന്നില്ല, പകരം ഇത് തരാം. എന്താ പ്രോഡക്റ്റ് എന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. മക്കളെ ആ പ്രോഡക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റിനെയാണ് ബെൻസോക്യുനോൺ എന്ന് പറയുന്നത്. അതിനെയാ മക്കളെ നമ്മൾ ബെൻസോക്യുനോൺ എന്ന് പറയുന്നത്. എന്താ പറയാ? ബെൻസോക്യുനോൺ. അതിനെ പറയുന്ന പേരെന്താ? അതിനെ പറയുന്ന പേരാണ് ബെൻസോക്യുനോൺ. വെരി ഇമ്പോർട്ടൻ്റ് മക്കളെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനോളിനെ ക്രോമിക് ആസിഡ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ബെൻസോക്യുനോൺ. ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ വിൽ യു പ്രിപ്പയർ പ്രൊപ്പൻറ്റോൾ യൂസിങ് ഗ്രിഗ്നാർഡ് റിയേജന്റ്? പ്രൊപ്പൻറ്റോൾ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി ആൽക്കഹോളാ. സെക്കൻഡറി ആൽക്കഹോൾ കിട്ടണമെങ്കിൽ ഫോർമാൽഡിഹൈഡ് അല്ലാത്തൊരു ആൽഡിഹൈഡ് എടുത്താൽ മതി. പൊതുവെ അസറ്റാൽഡിഹൈഡാണ് നമ്മൾ എടുക്കാറുള്ളത്. മക്കളെ നോക്കുക, അസറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? CH3 ഇതല്ലേ അസറ്റാൽഡിഹൈഡ്. ഇതിനെ നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്യുക. CH3MgCl. മക്കളെ എന്താടാ സംഭവിക്കുക? ഈ പൈ ബോണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ മെറ്റലിന് പോസിറ്റീവ്, ആൽക്കൈൽ ഗ്രൂപ്പിന് നെഗറ്റീവ്. അപ്പം എന്താ സംഭവിക്കുക? നെഗറ്റീവ് പോസിറ്റീവിലേക്ക് പോവും, പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോവും. അപ്പം എന്താ നമുക്ക് കിട്ടുക? ഈ CH3 അവിടെ തന്നെയുണ്ട്. ഈ കാർബണിൻ്റെ കയ്യിൽ ഒരു H ഉണ്ട്. ഈ കാർബണിലേക്ക് ഈ CH3 വന്നാൽ അതിവിടെ കൊടുക്കാവുന്നതാണ്. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി ഓക്സിജൻ്റെ അടുത്തേക്ക് MgCl വരും. ഇതിനെ മക്കളെ നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തുക വേണ്ടത്. ഇതിനെ നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇവിടെ H വരും, ഇവിടെ OH വരും. സോ ദ പ്രോഡക്റ്റ് ഈസ് CH3OH. അതല്ലടാ പ്രൊപ്പൻറ്റോൾ എന്ന് പറയുന്നത്. അത് തന്നെയാണ് പ്രൊപ്പൻറ്റോൾ. സിമ്പിൾ അല്ലേ? യെസ്, സിമ്പിൾ. ഇവിടെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ. എന്താണ് ആ കാര്യം? ഇവിടെ നമ്മൾ ഫോർമാൽഡിഹൈഡിനെ ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈമറി ആൽക്കഹോൾ. ഓക്കെ, ഫോർമാൽഡിഹൈഡ് അല്ലാത്ത അതർ ആൽഡിഹൈഡിനെ ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്താൽ സെക്കൻഡറി ആൽക്കഹോൾ. മക്കളെ കീറ്റോണിനെ ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്താൽ ടെർഷ്യറി ആൽക്കഹോൾ. ഇത് പഠിക്കാതിരിക്കരുതേടാ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പഠിക്കാതിരിക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അടുത്തത്, വാട്ട് ഈസ് ദ കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ലുക്കാസ് റിയേജന്റ്?
പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ആണ്. ലുക്കാസ് റിയേജന്റ് എന്തിനാ ഉപയോഗിക്കാൻ നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾസ്. അടുത്തത് വില്യംസൺ സിന്തസിസ് നമ്മൾ പറഞ്ഞതാണ്. എന്താണ് കോൾപ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇമ്പോർട്ടൻ്റ് ആണ്. സോഡിയം ഫിനോക്സൈഡിനെ കാർബൺ ഡയോക്സൈഡുമായിട്ട് നമ്മൾ എന്തു ചെയ്യുക? 400 കെൽവിൻ ടെമ്പറേച്ചറിലും 4 to 7 atm പ്രഷറിലും ട്രീറ്റ് ചെയ്യുക. അങ്ങനെ ട്രീറ്റ് ചെയ്താൽ എന്താ കിട്ടുക മക്കളെ? പറ, അങ്ങനെ ട്രീറ്റ് ചെയ്താൽ എന്താ കിട്ടുക? അങ്ങനെ ട്രീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക സോഡിയം സാൾട്ട് ഓഫ് സാലിസിലിക് ആസിഡ്. സോഡിയം സാൾട്ട് ഓഫ് സാലിസിലിക് ആസിഡിനെ മക്കളെ അസിഡിഫൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് സാലിസിലിക് ആസിഡാ കിട്ടുക. നമുക്ക് സാലിസിലിക് ആസിഡാ കിട്ടുക. എന്താ കിട്ടുക? സാലിസിലിക് ആസിഡാ കിട്ടുക. എന്താണ് മക്കളെ കിട്ടുക? വി വിൽ ഗെറ്റ് സാലിസിലിക് ആസിഡ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ഇതിനെയാ കോൾപ്സ് റിയാക്ഷൻ എന്ന് വിളിക്കുക. ഇതിനെ വിളിക്കുന്ന പേരെന്താ? ദിസ് ഇസ് കോൾഡ് കോൾപ്സ് റിയാക്ഷൻ. അപ്പോൾ കോൾപ്സ് റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ്, റീമർ ടീമാൻ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ്, വില്യംസൺ സിന്തസിസ് ഇമ്പോർട്ടൻ്റ്. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. അടുത്തത് മക്കളെ IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. ഇതെന്താ? ഒരു ആൽക്കഹോളാ. 1 2 3 4. രണ്ടാമത്തെ പൊസിഷനിൽ മീത്തൈൽ. സോ 2 methyl 4 കാർബൺ അല്ലേ? ബ്യൂട്ടൻ 2 ഓൾ. മക്കളെ ഇയാളുടെ IUPAC നെയിം എന്താ? മെത്തോക്സി ethane. methoxy ethane. Alcohols are soluble in water. എന്താ കാര്യം? വാട്ടറുമായിട്ട് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാ, മറക്കണ്ട. അടുത്തത് ഹൗ ഈസ് ഫിനോൾ ഇസ് മാനുഫാക്ചർഡ് ഇൻഡസ്ട്രിയലി. ഇൻഡസ്ട്രിയലായിട്ട് ഫിനോൾ നമ്മൾ പൊതുവെ മാനുഫാക്ചർ ചെയ്യാറുള്ളത് ഫ്രം ക്യുമീൻ ആണ്. ക്യുമീനിൽ നിന്നാണ് മാനുഫാക്ചർ ചെയ്യുക. എന്താണ് ക്യുമീൻ എന്ന് പറഞ്ഞാൽ? ഐസോപ്രൊപ്പൈൽ ബെൻസീനെ വിളിക്കുന്ന പേരാണ് ക്യുമീൻ. എന്താണ്? ഐസോപ്രൊപ്പൈൽ ബെൻസീനെ വിളിക്കുന്ന പേരാണ് ക്യുമീൻ. മക്കളെ ഇതാണ് ക്യുമീൻ. ക്യുമീനെ നമ്മൾ എയർ ഓക്സിഡേഷൻ നടത്തുക. ക്യുമീന് എയർ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക എന്നറിയോ? നമുക്ക് OOH അഥവാ ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് കിട്ടും. ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് കിട്ടും മക്കളെ. ആ ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡിനെ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നറിയോ? ഈ OH നേരെ ബെൻസീൻ്റെ മുകളിലേക്ക് വരും. സോ വി വിൽ ഗെറ്റ് വാട്ട്? ഫീനോൾ. നമ്മുടെ പ്രൊഡക്റ്റ് ആരാടാ? നമ്മുടെ പ്രൊഡക്റ്റ് ഫീനോൾ ആണ്. ഇവിടെയുള്ള ബൈ പ്രൊഡക്റ്റ് ആരാണ് എന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. CH3COCH3 ആണ്. CH3COCH3. ഇയാളുടെ പേര് അസറ്റോൺ എന്നാണ്. മക്കളെ ഫിനോളിനെ പോലെ തന്നെ കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അസറ്റോൺ. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള രൂപത്തിൽ കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയ 2 ആളുകളെ പ്രിപ്പയർ ചെയ്യാൻ ഈ മെത്തേഡിലൂടെ നമുക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതാണ് കൊമേഴ്ഷ്യലി നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം നോട്ട് ചെയ്യണം, ഇമ്പോർട്ടൻ്റ്. ഇതാണ് ക്യുമീൻ, ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. ക്യുമീനിന് എയർ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് ഉണ്ടാവും. അതിനെ ഡൈല്യൂട്ട് ആസിഡുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഫിനോൾ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫിനോൾ കിട്ടും. അടുത്തത് നെയിം ദ പ്രോഡക്റ്റ് ഫോംഡ് വെൻ ഫിനോൾ ഇസ് ട്രീറ്റഡ് വിത്ത്. മക്കളെ ഫിനോളിനെ ബ്രോമിൻ വാട്ടറുമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2,4,6 ട്രൈബ്രോമോഫിനോളാ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞു. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായി ട്രീറ്റ് ചെയ്താൽ 2,4,6 ട്രൈനൈട്രോഫിനോൾ അഥവാ പിക്രിക് ആസിഡാ കിട്ടുക എന്ന് പറഞ്ഞു. സിങ്കുമായി ട്രീറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ ആണ് മക്കളെ. നോക്കിക്കോ, ഫിനോളിനെ നമ്മൾ സിങ്ക് ഡസ്റ്റുമായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നറിയോ? ഈ സിങ്ക് വന്ന് ഇവിടെയുള്ള ഓക്സിജനെ കൊണ്ടുപോകും. അപ്പം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ബെൻസീൻ റിംഗ്. ബെൻസീൻ റിംഗ് പ്ലസ് സിങ്ക് ഓക്സൈഡ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അടുത്തത് ഫിനോൾ ആസിഡിക് ആടാ. ഫിനോൾ ആസിഡിക് ആവാൻ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഫിനോൾ എന്ന് പറഞ്ഞാൽ C6H5OH. ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിനോൾ. മക്കളെ ഈ ഫിനോൾ എന്താ ചെയ്യുന്നത്? H+ വിട്ടുകൊടുത്ത് ഫിനോക്സൈഡ് അയോണായിട്ട് മാറാ ചെയ്യുന്നത്. ഇതാരാ? C6H5O- ആരാ? ഇയാൾ ഫിനോക്സൈഡ് അയോൺ. ഈ ഫിനോക്സൈഡ് അയോണിന്റെ പ്രത്യേകത എന്താ മക്കളെ? ഫിനോക്സൈഡ് അയോൺ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? റെസൊണൻസ് വഴി സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. സ്റ്റെബിലൈസ്ഡ് ബൈ എന്താ? റെസൊണൻസ്.
അപ്പോൾ മക്കൾ മനസ്സിലാക്ക്, ഒരാൾ H+ വിട്ടുകൊടുത്താൽ അയാളുടെ സ്റ്റെബിലിറ്റി കൂടുക ചെയ്യുന്നത്, റെസൊണൻസ് വഴി സ്റ്റെബിലിറ്റി കൂടുക ചെയ്യുന്നത്. അപ്പോൾ ഫിനോളിനേക്കാൾ സ്റ്റേബിൾ ആണ് ഫിനോക്സൈഡ് അയോൺ എങ്കിൽ ഈ H+ വിട്ടുകൊടുത്ത് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ദ റീസൺ വൈ ഫിനോൾ ഇസ് ആക്ട് ആസ് എ ഗുഡ് ആസിഡ്. ഇനി വാട്ട് ഈസ് വില്യംസൺ സിന്തസിസ്? നമ്മൾ പറഞ്ഞല്ലോ, വില്യംസൺ സിന്തസിസ് വഴി എങ്ങനെയാണ് മെത്തോക്സി ബെൻസീൻ ഉണ്ടാക്കുക? അതും ഇമ്പോർട്ടൻ്റ് ആണ്, മെത്തോക്സി ബെൻസീൻ. അപ്പോൾ നിങ്ങൾ ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് എടുക്കണം. ബെൻസീൻ ഒരിക്കലും ആൽക്കൈൽ ഹാലൈഡിന്റെ ഈ ഭാഗത്ത് എടുക്കാൻ പാടില്ല, ആൽക്കോക്സൈഡിന്റെ ഭാഗത്ത് എടുക്കണം. അപ്പം നമ്മൾ എന്താ എടുക്കേണ്ടത്? സോഡിയം ഫിനോക്സൈഡ്. ഇത് സോഡിയം ഫിനോക്സൈഡാ. ജസ്റ്റ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ക്ലോറിൻ വന്ന് സോഡിയത്തിൻ്റെ കൂടെ പോവും. ഇവരങ്ങ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? OCH3. ഇതെന്താണ്? മെത്തോക്സി ബെൻസീൻ ആണ്. അത് വില്യംസൺ സിന്തസിസ് വഴി നമ്മൾ ഇങ്ങനെയാ പ്രിപ്പയർ ചെയ്യുക. റെഡി? യെസ്. വുഡ് സ്പിരിറ്റ്. ആരാടാ വുഡ് സ്പിരിറ്റ്? മെത്തനോളിനെ വിളിക്കുന്ന പേരാണ് വുഡ് സ്പിരിറ്റ്. മെത്തനോളിനെ വിളിക്കുന്ന പേരാണ് വുഡ് സ്പിരിറ്റ്. വാട്ട് ഇസ് ആസ്പിരിൻ? ആസ്പിരിൻ എങ്ങനെയാ മക്കളെ ഉണ്ടാക്കുക? ആസ്പിരിൻ ഉണ്ടാക്കുക സാലിസിലിക് ആസിഡിനെ. സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അസൈലേഷൻ നടത്തുക. അതിന് എന്താ ചെയ്യുക? അസൈലേഷൻ. മക്കളെ അസൈലേഷൻ നടത്താൻ എന്താ ചെയ്യുക? നമുക്കൊരു അസറ്റിക് അൺഹൈഡ്രേറ്റുമായി ട്രീറ്റ് ചെയ്യാം. CH3CO2O. എന്താ സംഭവിക്കുക? ഇവിടെ CH3CO 2 അല്ലേ? അതിൽ നിന്ന് ഒന്നെടുക്കുക, CH3CO എടുത്തു. പുറത്തൊരു ഓക്സിജൻ ഇല്ലേ? അതും കൂടെ എടുക്കുക. ഇവിടെയുള്ള ഹൈഡ്രജൻ ഇല്ലേ? അതും കൂടെ എടുക്കുക. അപ്പോൾ അസറ്റിക് ആസിഡ് ഉണ്ടാവും അല്ലേ? ഇനി ഇവിടെ എന്താണ് ഉള്ളത്? ബെൻസീൻ ഉണ്ട്. ആ ബെൻസീൻ്റെ മുകളിൽ OH ഉണ്ടായിരുന്നു, H പോയി. ഇവിടെ എന്താ ഉള്ളത്? COOH. ഇവിടെ ഒരു COCH3 ബാക്കിയുണ്ട്, അതിങ്ങോട്ട് വരും, COCH3. മക്കളെ ഇയാളെ വിളിക്കുന്ന പേരാണ് അസറ്റൈൽ സാലിസിലിക് ആസിഡ് അഥവാ ആസ്പിരിൻ. ആസ്പിരിൻ ആരാ? ആസ്പിരിൻ ഒരു ആൻറ്റിപൈററ്റിക്സ് ആണ്. ആസ്പിരിൻ ഒരു അനാൾജസിക് ആണ്. ആസ്പിരിൻ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആയിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. ഒരു കാരണവശാലും പഠിക്കാതിരിക്കരുത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഓർമ്മപ്പെടുത്താണ് മക്കളെ. ഇതിനെ നമ്മൾ HIയുമായി ട്രീറ്റ് ചെയ്താൽ ഇവിടെ ആ ബോണ്ട് ബ്രേക്ക് ആവുക. ഓക്സിജന്റെ അടുത്തേക്ക് ഹൈഡ്രജൻ വരും, ആൽക്കൈൽ ഗ്രൂപ്പിന്റെ അടുത്തേക്ക് അയഡിൻ വരും. സോ അവർ പ്രോഡക്റ്റ് ഈസ് ഫിനോൾ ആൻഡ് അയോഡോമിതെയ്ൻ. Which among the following alcohols has highest boiling point? എടാ സൈസ് കൂടുതലുള്ള ആൾക്കാ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ ഉണ്ടാവുക. ബ്രാഞ്ചിങ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും. എല്ലായിടത്തും അങ്ങനെ തന്നെയാ. ഇവിടെ മെത്തനോൾ, ഇത് പ്രൊപ്പനോൾ, ഇത് ബ്യൂട്ടൻ ടു ഓൾ, ഇത് ബ്രാഞ്ച് ഇല്ലാത്ത പ്രൊപ്പനോൾ. ഇത് ബ്യൂട്ടനോൾ, ഇത് പ്രൊപ്പനോൾ. അപ്പോൾ ഇവിടെ തന്നെയാണ്. ദിസ് വിൽ ഹാവ് ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. ലുക്കാസ് ടെസ്റ്റ് നമുക്കറിയുന്നതാണ്. ഹൗ ആർ ദ ഫോളോയിങ് കൺവേർഷൻസ് ആർ ക്യാരിഡ് ഔട്ട്? മക്കളെ പ്രൊപ്പീനിനെ എങ്ങനെയാ പ്രൊപ്പൻ ടൂളാക്കി മാറ്റുക? പ്രൊപ്പീനിനെ പ്രൊപ്പൻ ടൂളാക്കി മാറ്റാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? വാട്ടർ ആഡ് ചെയ്താൽ മതി. ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ആസിഡ്, അസിഡിക് ഹൈഡ്രോളിസിസ് നടത്തിയാൽ മതി. എത്തനാളിനെ മക്കളെ എങ്ങനെ എത്തനോളാക്കുക? ആൽഡിഹൈഡിനെ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റുള്ള പ്രൈമറി ആൽക്കഹോൾ ആക്കി മാറ്റാൻ ജസ്റ്റ് ഒന്ന് റിഡക്ഷൻ നടത്തിയാൽ മതി. നെയിം ദ എൻസൈം വിച്ച് കൺവേർട്ട് ഗ്ലൂക്കോസ് ടു എത്തനോൾ. ഗ്ലൂക്കോസിനെ എത്തനോൾ ആക്കി മാറ്റുന്ന എൻസൈം സൈമേസ് ആണ്. നോക്കൂ, ഇത് സാലിസിലാൽഡിഹൈഡ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഫീനോളാണ്. ഇത് റീമർ ടീമാൻ റിയാക്ഷൻ ആണ്. മക്കളെ ഫിനോളിനെ ബെൻസീനാക്കാൻ സിങ്ക് ഡസ്റ്റുമായി ട്രീറ്റ് ചെയ്താൽ മതി. ഫിനോളിനെ 2,4,6 ട്രൈനൈട്രോ ഫിനോൾ ആക്കി മാറ്റാൻ നമ്മൾ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഉപയോഗിച്ച് നൈട്രേഷൻ നടത്തിയാൽ മതി. യെസ്. ഇനി predict the product obtained by the reaction between 2-methoxy-2-methyl propane with HI. ഇതാരാന്നറിയോ മക്കളെ? നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ടെർഷറി ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള ഈത്തറാണത്. ഇതാണ് ആള്. ഇതിനെ HIയുമായി ട്രീറ്റ് ചെയ്താൽ മക്കളെ എന്താ സംഭവിക്കാന്നറിയോ നിങ്ങൾക്ക്? ഇവിടെ ബോണ്ട് അങ്ങ് ബ്രേക്ക് ആവും. ഇവിടെ H വരും, ഇവിടെ I വരും. സോ വി വിൽ ഗെറ്റ് CH3I plus CH3OH. That will be the product. അടുത്തത് നോക്കെന്താ? ഇത് ഫോർമാൽഡിഹൈഡിനെ കിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 2 കാർബൺ ആയിട്ടുള്ള പ്രൈമറി ആൽക്കഹോൾ. ദിസ് വിൽ ബി ദ ആൻസർ. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആണ്, അപ്പോൾ പിക്രിക് ആസിഡ് ഉണ്ടാവുക.
NaOHും ക്ലോറോഫോമും ഉണ്ട്. അപ്പോൾ റീമർട്ടീമാൻ റിയാക്ഷനാ സാലിസിലാൽഡിഹൈഡ് ഉണ്ടാവുക. ഇത് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഇങ്ങനെ തന്നിട്ടുള്ളത്. അതായത് ആ ബെൻസീനു പകരം എന്ത് കൊടുത്തു? C6H5 എന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ ഫിനോൾ ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ മക്കളെ, ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈത്തേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ ഈ കാര്യങ്ങളായിരിക്കും നിങ്ങൾ കാണുക. ഞാൻ ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോയതാണ്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് കേട്ടിട്ട് ഒന്ന് നോട്ട് ചെയ്തു വെക്കുക. എന്നിട്ട് ഇന്നത്തെ ലൈവിലേക്ക് നിങ്ങളൊന്ന് വരിക. ലൈവിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങൾ ഒന്നുകൂടെ സംസാരിക്കാം, ഒന്നുകൂടെ പറയാം. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല റിവിഷന്റെ എഫക്റ്റ് കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ നാളത്തെ ക്രിസ്മസ് എക്സാമിന് ഓർഗാനിക്കിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് എഴുതും, നല്ല മാർക്കിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, അപ്പോൾ മക്കളെ നന്നായി പഠിക്കണേ. കുറേ റിയാക്ഷൻ ഉണ്ടല്ലോ എന്നൊന്നും ആലോചിച്ചിരിക്കല്ലേ. ആലോചനയൊക്കെ മാറ്റി വെച്ച് പേപ്പർ എടുത്ത് പഠിച്ചങ്ങ് തുടങ്ങ്. അപ്പോൾ നമ്മൾ ട്രാക്കിൽ കയറും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് കാണാം.